ചരിത്രം ചില ടീമുകളെ ട്രോഫികൾ നേടിയതുകൊണ്ടല്ല ഓർക്കുന്നത്. ചില ടീമുകൾ ഒരു തലമുറയുടെ തന്നെ സ്വപ്നമായി മാറും. കേരളത്തിന് അങ്ങനെ ഒരു ടീം ഉണ്ടായിരുന്നു. യെസ്, യു ഹേർഡ് ഇറ്റ് റൈറ്റ്, ദാറ്റ് ഈസ് കേരള ബ്ലാസ്റ്റേഴ്സ്. നമ്മുടെ കുട്ടിക്കാലം മനോഹരമാക്കിയ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്റ്റോറി കേൾക്കുന്നതിന് മുമ്പായി നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നുപോലെ. അവർ വന്നപ്പോൾ കേരളത്തിൽ ഫുട്ബോൾ ഒരു കളി മാത്രമായിരുന്നില്ല, ഒരു സംസ്കാരമായി മാറുകയായിരുന്നു. സ്റ്റേഡിയങ്ങൾ നിറഞ്ഞു, നഗരങ്ങൾ മഞ്ഞയായി, കുട്ടികൾ ആദ്യമായി ഫുട്ബോളിനെ സ്വപ്നമായി കണ്ടു. ഹമേ, ജിങ്കൻ, വിനീത്, ചേമൻ, മെഹ്താബ്. അവർ ഒരു സ്ക്വാഡ് ഉണ്ടാക്കിയില്ല, ഒരു ഫാൻ ബേസ് തന്നെ ഉണ്ടാക്കി. ഒരു കുട്ടി അച്ഛനോടൊപ്പം ആദ്യമായി സ്റ്റേഡിയത്തിൽ കയറി. ഒരു കുടുംബം ഒരുമിച്ച് ഫുട്ബോൾ കാണാൻ തുടങ്ങി. ഒരു നഗരം ഒരു ടീമിന്റെ പേരിൽ ഒന്നിച്ചു. ഇതാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നമുക്ക് തന്ന ഏറ്റവും വലിയ വിജയം. എന്നാൽ ഇത്രയും വലിയ ഫുട്ബോൾ കൾച്ചർ ഉണ്ടാക്കിയ നമുക്ക് ഇന്നൊരു ചോദ്യം ചോദിക്കേണ്ടി വരുന്നു. എന്തുകൊണ്ട് ഇന്ത്യൻ ഫുട്ബോൾ ഇനിയും ഇത്രയും ദൂരം പിന്നിൽ? പ്രശ്നം നമ്മുടെ കുട്ടികൾക്കല്ല, ടാലന്റ് ഇല്ലാത്തതുമല്ല, പാഷൻ ഇല്ലാത്തതുമല്ല. പ്രശ്നം കഴിവുള്ളവരെ ഒരു ദിശയിൽ കൊണ്ടുപോകുന്ന സിസ്റ്റം ഇല്ലാത്തതിലാണ്. ഒരു നല്ല ടീമിന് നല്ല കളിക്കാരൻ മാത്രം പോരാ, ശരിയായ ഡയറക്ഷൻ, ശരിയായ ലീഡർഷിപ്പ്, ശരിയായ സിസ്റ്റം വേണം. കേരളം ആ ഫുട്ബോൾ കൾച്ചർ ഒരിക്കൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി അത് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനുള്ള സമയമാണ്. നിങ്ങളുടെ കുട്ടിക്കാലത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആരാധിച്ച കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരങ്ങളെ കോമന്റ് ബോക്സിൽ ഒന്ന് ടാഗ് ചെയ്യാൻ മറന്നു പോകല്ലേ.